വാദം പ്രതിവാദത്തിൽ അറിയാം ഒരു ഇഷ്യൂ അതിൽ രണ്ട് പേർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണ് അത് മോഡറേറ്റ് ചെയ്ത് ആ ഡിസ്കഷൻ വളരെ ലൈവ്ലി ആക്കുന്നതെന്നാണ് ഈ ഒരു സെഗ്മെൻ്റ് ആശയം. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ടസ്റ്റൻ്റ് വന്ന രേഖയാണ്. അമിത വേഗതയും അപകട മരണവും ഇന്നത്തെ ടോപ്പിക്ക്. അത് രേഖയുടെ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ നമുക്ക് രണ്ട് വിശിഷ്ട വ്യക്തികൾ എത്തിയിട്ടുണ്ട്. ആദ്യമായി ശ്രീ രാജീവ് പുത്തിലത്ത്, കോഴിക്കോട് RTO ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നോർത്ത്. വെൽക്കം സർ. രണ്ടാമതായി ശ്രീ സുരേഷ് ബാബു, കോഴിക്കോട് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ബസ് സെക്ഷൻ സെക്രട്ടറി. വെൽക്കം സർ. രേഖ, തുടങ്ങിക്കോളൂ. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. പണ്ട് കൊലയാളി വാഹനങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ടിപ്പർ ലോറിയും KSRTC ബസ്സുമാണ്. പക്ഷേ ഇന്ന് ആ സ്ഥാനം സ്വകാര്യ ബസ്സുകൾ കൈയടക്കിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം 616 ജീവനാണ് സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ പൊലിച്ചത്. ഇതിൻ്റെ ഒരു നിജസ്ഥിതി സാറിന് എന്താ പറയാനുള്ളത്? നമ്മുടെ അപകടത്തിന് പ്രധാനപ്പെട്ട കാരണം സ്വകാര്യ ബസ്സുകൾ മാത്രമല്ല, കാരണം നമ്മുടെ റോഡിൻ്റെ ശോച്യാവസ്ഥയും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കാരണം സ്വകാര്യ ബസ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ മിക്കഭാഗം 80% ഭാഗങ്ങളിലും അവിടെ നമ്മുടെ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ബസ്സിലെ തൊഴിലാളികൾക്ക് കലക്ഷൻ മെത്ത സമ്പ്രദായം നിലനിൽക്കുന്നത്. സർക്കാർ അംഗീകരിച്ച ഒരു ഫെയർ വേജസ് എന്നൊരു സമ്പ്രദായം നിലനിൽക്കുന്നില്ല. കാരണം കലക്ഷൻ മെത്ത അടിസ്ഥാനത്തിൽ ഒരു മത്സരയോട്ടം സംഭവിക്കുന്നു. മത്സരയോട്ടം സംഭവിക്കുന്ന സമയത്ത് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത് നമ്മൾ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംസ്കാരത്തിൻ്റെ അപജയമാണ് നമ്മുടെ അപകടത്തിനുള്ള കാരണം. പലപ്പോഴും നമ്മൾ യൂണിയൻ എന്നുള്ള രീതിയിലും മറ്റുള്ള യോഗങ്ങളിലൊക്കെ വിളിക്കുന്ന സമയത്ത് ഇത് പറയാറുണ്ട്. 14-15 മണിക്കൂർ തൊഴിലെടുക്കുന്ന ഒരു ഡ്രൈവർക്ക് അല്ലെങ്കിൽ ബസ്സിലെ ജീവനക്കാർക്ക് ഒരു 100, 500, 550 രൂപയെ ശമ്പളം കിട്ടുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ബസ്സിൻ്റെ മുതലാളിമാർ കലക്ഷൻ മെത്ത സമ്പ്രദായം ഏർപ്പാട് ചെയ്തുകൊണ്ട് ഒരു മത്സരിച്ചോടുന്ന ഒരു വിഷയത്തിലേക്ക് വരുന്നത്. 10:05 കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നൊരു ബസ് തൊട്ട പിറകിൽ 10:05 കഴിഞ്ഞാൽ പിന്നെ 10:10 പെർമിറ്റ് കൊടുക്കുന്നുണ്ട്. സർക്കാർ ഉദ്ദേശിക്കുന്നത് റോഡ് ടാക്സ് മാത്രമാണ്. ഈ പര്യാപ്തമായ വളരെ ശോചനീയമായ റോഡിലും ഈ തിങ്ങിക്കൂടിയ റോഡിൽ കൂടിയും ഈ 5 മിനിറ്റിൻ്റെ ഒരു ബ്ലോക്കോ മറ്റോ കുടുങ്ങിക്കഴിഞ്ഞാൽ പിറകിലുള്ള ബസ് മറ്റുള്ള ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. 3, 2, 5, 10 മിനിറ്റുകൾ ഇടവിട്ടാണ് ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നത്. ഇത് തന്നെയല്ലേ മത്സര ഓട്ടത്തിനൊരു പ്രധാന കാരണം? അങ്ങനെ ഒരു ഇതായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം ഗ്യാപ്പുകളൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ഇത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഇപ്പോൾ കാലിക്കറ്റിൽ നിന്ന് പോകുന്ന ഒരു വാഹനമാണെങ്കിൽ പലപ്പോഴും നമുക്ക് കാണാം അതിവേഗത്തിൽ പോയി കൊയിലാണ്ടി അടുത്തുള്ള ബസ് സ്റ്റാൻഡുകളിൽ പോയി അൺനെസറി ആയിട്ട് 5-10 മിനിറ്റ് ഏർലി റണ്ണിങ് ആയി അവിടെ എത്തി അവിടെ പാർക്ക് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെയും കയറ്റിയിട്ടാണ് പിന്നെ അടുത്ത ഇത് പോകുന്നത്. അവിടെ പലപ്പോഴും ഹോൾട്ടിംഗ് ടൈം കൊടുക്കാറില്ല, പക്ഷേ വളരെ നേരത്തെയാണ് ഈ വണ്ടികൾ എത്തുന്നത്. പിന്നെ അനാവശ്യമായിട്ടുള്ള ഒരു വാശി ഈ ഡ്രൈവർമാർക്കിടയിൽ പലപ്പോഴും കാണുന്നുണ്ട്. അതാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. കഴിഞ്ഞ വർഷം 616 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ബസ്സുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് പിന്നെ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് അനാവശ്യമായിട്ടുള്ളത്. ഈ ഒരു കോമ്പറ്റീഷൻ വരാൻ കാരണം കൊടുക്കുന്ന പെർമിറ്റുകളുടെ സമയമാണ്. ഈ സമയം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒഫീഷ്യൽസാണ് കൊടുക്കുന്നത്. അല്ല, ഈ പെർമിറ്റ് കൊടുക്കുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇപ്പം ഹൈവേകളിൽ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് പെർമിറ്റുകൾ. പുതിയ പെർമിറ്റുകളൊന്നും ഇപ്പോൾ വരാറില്ല. പണ്ടുള്ള പെർമിറ്റുകൾ മാത്രമേ ഇപ്പം നിലനിൽക്കുള്ളൂ. പിന്നെ ചിലത് സമയം മാറ്റാറുണ്ട്. പിന്നെ പലതും ഈ പെർമിറ്റുകളും കൊടുക്കുന്നതും ടൈം കൊടുക്കുന്നതും മുക്കാഭാഗവും കോടതികളുടെ ഡയറക്ഷൻ പ്രകാരമാണ് അധികവും വരാറുള്ളത്. അല്ലാതെ RTA ബോർഡ് എല്ലാം പരിഗണിച്ചിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു കൃത്യമായ മോണിറ്ററിംഗ് അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങൾക്കും ഒരു കൃത്യമായ മോണിറ്ററിംഗ് നടത്താറുണ്ടോ? കറക്റ്റ് സമയത്താണ് എത്താറ് അല്ലെങ്കിൽ അമിത വേഗതയിലല്ല? പോലീസ് സാധാരണ നടത്താറുണ്ട്. പിന്നെ ഇപ്പോഴ് അതിനുള്ള ഒരു ഇതായിട്ട് ഓട്ടോമാറ്റിക് എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റം എല്ലാ റോഡുകളിലും സ്ഥാപിക്കാൻ വേണ്ടി ഒരു നടപടി നടന്നു വരുന്നുണ്ട്. അതോടുകൂടി ഈ ഓവർ സ്പീഡുകൾ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ സാർ ഇതിനെ പറ്റിയില്ല? നമ്മൾക്ക് ഒരു വലിയൊരു ബസ് നമ്മൾ നിരത്തിലെടുക്കുന്ന പെർമിറ്റുള്ള ബസ്സിന് ഒരു ക്വാർട്ടർലി അത് 3 മാസത്തിൽ 35,000 റുപ്പീസ് നമ്മൾ ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അത് തൊഴിലാളികളുടെ ക്ഷേമതയുടെ വിഹിതമായിട്ട് 3,250 രൂപയും ബാക്കിയുള്ളത് 30,000 റുപ്പയും ഒരു ക്വാർട്ടർലി ടാക്സ് ആയിട്ട് സർക്കാർ നോക്കുന്നുണ്ട്. സർക്കാർ ഇത് തൊഴിലാളികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, പിന്നെ തൊഴിലാളികളുടെ വേജസ് എന്താണ്, അങ്ങനെയുള്ള കാര്യത്തിന് പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ആയത് കാരണം ഈ കലക്ഷൻ മെത്ത സമ്പ്രദായം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ മത്സര ഓട്ടം നടക്കുന്നത്. റോഡുകളുടെ ഒരു ശോചനീയാവസ്ഥയല്ലേ ഇതിന് മറ്റൊരു പ്രധാന കാരണം? തീർച്ചയായും റോഡുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇത് കാണുന്നുണ്ട്. പക്ഷേ വേറെ മറ്റൊന്ന് കാണാനുള്ളത്, കഴിഞ്ഞ വർഷം KSRTC ബസ് 1198 അപകടങ്ങളാണ് ഉണ്ടാക്കിയത്. അതേസമയം പ്രൈവറ്റ് ബസ്സുകൾ 4385
അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകളിൽ ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം KSRTC ബസ്സുകൾക്ക് ഉപരിയായി അതിലൊരു ക്ലീനർ എന്നുള്ള ഒരു പദവിയും കൂടിയുണ്ട്. പലപ്പോഴും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാം ഈ ക്ലീനർമാർ പലപ്പോഴും ഒരു ഓവർ സ്പീഡിനുള്ള ഇൻസ്പിറേഷൻ ബസ് ഡ്രൈവർമാർക്ക് കൊടുക്കുന്നു. ശരിയാണോ സർ? അല്ല സർ, ക്ലീനർ എന്ന് പറയുന്നത് പതിവ് നമ്മൾ പൊതുസമൂഹം നമ്മൾ ക്ലീനർ എന്ന് ഒരു സങ്കല്പം പിന്നെ പൊതുസമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബസ്സിലെ തൊഴിലാളികളെ. നമ്മളെ ബസ്സിലെ തൊഴിലാളികൾ ഒരു രണ്ടാം കിട പൗരന്മാരെന്ന രീതിയിൽ പബ്ലിക് കാണുന്നത്. നമ്മളെല്ലാവരും പിന്നെ വളരെ വൈകി പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രൈവറ്റ് കാറാണെങ്കിൽ കുറച്ച് വൈകി നേരത്തെ എത്തുക എന്നുള്ളത് നമ്മുടെ സംസ്കാരം തന്നെ. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഒരു സംസ്കാരം തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ബസ്സിലെ ജീവനക്കാരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മിക്കവാറും RTOൻ്റെ ഭാഗത്തു നിന്നല്ല, മിക്കവാറും RTOൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. പക്ഷേ എങ്കിൽ പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെയധികം പീഡനം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പൊതുവേ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ബസ്സിലെ ജീവനക്കാരുടെ കൂടെ ആരും ഉണ്ടാവാറില്ല. അതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് ആരും മനസ്സിലാക്കാറില്ല. മലയാളികൾക്ക് ഒരു പൊതുവായിട്ടൊരു റോഡ് സംസ്കാരം ഇല്ല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടികളൊന്നും നിർത്താറില്ല. എത്ര അങ്ങനെ ഒരു നിയമമുണ്ട്, സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അതിന് മുന്നിലുള്ള വെള്ള ലൈനിൻ്റെ മുന്നിൽ വണ്ടികൾ നിർത്തണമെന്ന്. പക്ഷേ എത്ര വണ്ടികൾ ഈ സീബ്ര ലൈനിൽ കൂടെ ആൾക്കാർ നടന്നു പോകുമ്പോൾ വണ്ടി നിർത്താറുണ്ട്? ഇതും അപകടത്തിനൊരു കാരണമല്ലേ? ട്രാഫിക് നിയമങ്ങൾ ഞാൻ പാലിക്കാൻ ബാധ്യസ്ഥനല്ല എന്നൊരു ധിക്കാരം പല തൊഴിലാളികളുണ്ട്. അത് സത്യമാണ്. കാരണം ട്രാഫിക് നിയമം ഞാൻ അത് എൻ്റെ കഴിവുകേടായിട്ട് അംഗീകരിക്കുന്ന ആൾക്കാരാണത്. അതനുസരിക്കുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഞാനത് അംഗീകരിക്കുന്നു. അത് പലപ്പോഴും നമ്മുടെ ഡ്രൈവർമാരുടെ മാത്രമല്ല മലയാളികളുടെ മൊത്തം ഒരു മനോഭാവമാണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ സീബ്ര ലൈനിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കയറിയില്ല, ഹോൺ അടിച്ച് അവരെ പേടിപ്പിച്ച് പുറത്താക്കും. അതേസമയം ഇതേ ഡ്രൈവർ ഒരു സിംഗപ്പൂരോ ഗൾഫ് കൺട്രീസിലോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് സീബ്ര ലൈനിൽ പോകുന്നവരെ അവർ ക്രോസ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങൾക്കും വിധേയരായിട്ട് ഓടിക്കുന്നതും കാണാം. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ടൈമുകൾ മാത്രം ഒരു ഘടകമല്ല. കാരണം ബസ്സുകളുടെ ടൈം പലപ്പോഴും കൊടുത്തിരിക്കുന്നത് ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഓർഡിനറി ഇത് 1 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി 2.5 മിനിറ്റാണ്. 2.5 മിനിറ്റ് കവർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ടൈം അവൻ ഒരു 25 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഈ 2.5 മിനിറ്റ് എത്തും. പിന്നെ ചില വാഹനങ്ങൾക്ക് 2 മിനിറ്റാണ്. 2 മിനിറ്റ് ആണെങ്കിലും ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിൽ എത്താൻ പറ്റും. ഓക്കെ, ബസ് സ്റ്റോപ്പുകൾ ആയിക്കഴിഞ്ഞാലും ഒരു ആവറേജ് ഒരു 45 കിലോമീറ്ററിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഇത്രയും ഈ അടുത്ത ബസ്സിന് 2-3 മിനിറ്റ് മാത്രം ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ഇവർക്കൊരു മത്സരോട്ടത്തിന് ഇവരെ പ്രേരിപ്പിക്കുകയല്ലേ ചെയ്യുക സർ? ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. അതിലെല്ലാവർക്കും വേണ്ടത് രാവിലെ ആ പീക്ക് ടൈം മുതൽ പീക്ക് ടൈം വരെയാണ്. അപ്പോൾ ആ സമയത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ. പുതുതായിട്ട് ടൈമുകൾ ഉണ്ടാക്കാൻ പറ്റില്ല, പുതുതായിട്ട് റൂട്ടുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. സാർ അത് സാറ് പറഞ്ഞത് ശരിയാണ്. നേരത്തെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സിറ്റി സ്റ്റാൻഡ് കോഴിക്കോട് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പാളയം സ്റ്റാൻഡിൽ നിന്നായിരുന്നു. അവിടുന്ന് കല്ലായിലേക്കുള്ള ദൂരം ലൈൻ ബസ്സിന് 6 മിനിറ്റ് ആയിരുന്നു. ഇന്ന് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒരു സിഗ്നലുണ്ട്, അപ്പുറം ചിന്താവളപ്പൊരു സിഗ്നലുണ്ട്, പിന്നെ നമ്മുടെ പാളയത്ത് സിഗ്നലുണ്ട്. ഈ സിഗ്നലൊക്കെ കടന്നിട്ട് ഈ പീക്ക് ടൈമിൽ അല്ലെങ്കിൽ രാവിലെ ഒരു 8 മണി മുതൽ 10 മണി വരെയും അല്ലെങ്കിൽ വൈകിട്ട് 4 മണി മുതൽ ഒരു 7 മണി വരെയും ആ വണ്ടിക്ക് ആ റണ്ണിങ് ടൈമിൽ ഓടിയെത്താൻ പറ്റില്ല. നമ്മൾക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് വണ്ടി അല്ലെ ഫാസ്റ്റ് ബസ്, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്, നമ്മൾ സാധാരണ സിറ്റി വണ്ടിക്കൊക്കെ നമ്മൾ 3 മിനിറ്റാണ്, ഒരു സ്റ്റേജിന് 7.5 മിനിറ്റാണ് കൊടുക്കുന്നത്. അത് പക്ഷേ ഓടിയെത്താം. പക്ഷേ ഈ ബാക്കിയുള്ള 1.25 മിനിറ്റ് 1.5 മിനിറ്റിലോടെ വണ്ടിക്ക് ഓടിയെത്താൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് നമ്മുടെ സിറ്റി കൂടെ ഈ പരിധിക്കുള്ളിൽ ഓടിയെത്തണ്ടേ. അവൻ ഒരു ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ വണ്ടീൻ്റെ കലശം കുറയും. അത് മുതലാളിൻ്റെ ചീത്ത തൊഴിലാളികൾ കേൾക്കണം. അത് വളരെ വിഷമകരമായ ബുദ്ധിമുട്ടാണത്.